വെൽക്കം ടു ദ ക്ലാസ്. അപ്പം ഇന്ന് നമ്മൾ SCRTDയിൽ തന്നെ ന്യൂ ചാപ്റ്റർ ആയിട്ടുള്ള ജലം നിത്യജീവിതത്തിൽ സയൻസിൽ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം ഈ വരുന്ന LGSനൊക്കെ സയൻസിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എല്ലാത്തിനും നമുക്കിപ്പം പുതിയ ഒരു ഇത് വന്നിട്ടുണ്ട്, അതായത് പരിഷ്കരിച്ച പാഠപുസ്തകം വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ജലനിത്യജീവിതത്തിൽ സയൻസിൻ്റേതായിട്ടുള്ള ഭാഗമാണിത്. അപ്പം അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്ന കുറച്ച് ബോക്സസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യത്തേന് നമുക്ക് സമയം ഒട്ടും കളയാതെ തുടങ്ങാം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെ ആദ്യത്തെ നമുക്ക് വെള്ളത്തിൻ്റെ ശുചീകരണ ഘട്ടങ്ങൾ, ശുദ്ധ ജലത്തിൻ്റെ ശുചീകരണ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് 2 ഭാഗമുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. അങ്ങനെ കുറച്ച് ഘട്ടങ്ങളാണ് പുഴവെള്ളത്തിലുള്ളത്. പല തെട്ടുകൾ അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. കാരണം നമുക്കറിയാം പുഴവെള്ളം എന്ന് പറയുമ്പം നമ്മുടെ സാധാ ജലത്തിൻ്റെ അല്ല, പുഴവെള്ളമാണല്ലേ. അപ്പം ആദ്യം വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, വലിയ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അരിച്ചു മാറ്റുന്നു, മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നുണ്ട്, പിന്നെ പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതാണ്. ഇനി നമുക്ക് അടുത്തത് കാണാൻ പറ്റുക എന്താണ്, ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളാണ്. അതെങ്ങനെയാ ശുദ്ധജലം നമ്മൾ എന്താ ചെയ്യുക, ടാങ്കിൽ സംഭരിക്കും, അതുപോലെ തന്നെ ജലം വീടുകളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. പുഴവെള്ളത്തിൻ്റെ കാര്യങ്ങളിൽ എങ്ങനെയാ ചെയ്യുക, വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റും, ആദ്യം മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കും, പല തട്ടുകളിൽ അരിപ്പകൾ കൊണ്ട്, പിന്നെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു അല്ലേ, അവർ എന്തെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ, എന്നിട്ടാണ് ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളിലോട്ട് പോവുക അല്ലേ. ആദ്യം പുഴയിൽ നിന്നുള്ള വരുന്ന മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ. പിന്നെയാണ് ടാങ്കിൽ സംഭരിച്ചിട്ടാണ് ജലം വീടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കൂടുന്ന ആവശ്യവും വെറുതെ ഒന്ന് വായിച്ചു വിടാം കേട്ടോ. ഇത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാലും ചില കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി പോയിന്റുകൾ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ജലസംഖ്യാ വർധനവും ജലമലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികന്നു. ലോകത്തിൽ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം പോലും കുടിക്കാൻ കിട്ടുന്നില്ലെന്ന് പറയുന്നു. 200 കോടിയോളം ആൾക്കാർക്ക് കേട്ടോ. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമെന്ന് കാരണം എന്തുകൊണ്ടാണ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യം ശുദ്ധജലമാണ്, പ്യുവർ വാട്ടർ ആണ് ആവശ്യം. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ അറിയില്ലല്ലേ. അപ്പം പക്ഷെ ജലമലിനീകരണം കാരണം ഒത്തിരി അസുഖങ്ങൾ വരും. ജലത്തെ കൂടെ പരന്ന അസുഖം ഒക്കെ ഉണ്ട്. പെട്ടെന്നൊരു അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ, കോളറ. ഇതൊക്കെ ജലത്തെ കൂടെ ജലം ക്ലിയർ അല്ലാണ്ടാവുമ്പോഴൊക്കെ നമുക്ക് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാൻ പറ്റും. അപ്പം അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ അവെയർ ആവണം കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവാണ്. അത് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. കാരണം തലച്ചോറിന് നമ്മുടെ ശരീരത്തിലെ ഏകദേശ അളവ് എന്ന് പറയുന്നത് 73%. രക്തത്തിൽ 94% അതിന്റെ പ്രസൻസ് കാണപ്പെടുന്നുണ്ട്. വൃക്കകളിൽ 79, പേശികളിൽ 75, ഹൃദയത്തിൽ 75, ശ്വാസകോശങ്ങളിലെ 83, 31 അസ്ഥികളിൽ. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ നമ്മൾ കാണുമ്പം എങ്ങനെയാണ് നമ്മളിത് പഠിക്കുക പെട്ടെന്ന്? കാരണം ഇതൊക്കെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് പെട്ടെന്ന് നമ്മൾ കൂടുതൽ പഠിച്ചെടുക്കേണ്ടത് തലച്ചോറിൽ എത്രയാ, 73% തലച്ചോറിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രക്തത്തിൽ എത്രയാണ് വരുന്നത്? 94% വരുന്നുണ്ട്. പിന്നെ വരുന്നത് ശ്വാസകോശങ്ങളിലാണ് പിന്നെ കൂടിയ അളവിൽ കാണപ്പെടുന്നത്. അത് 83%, ഹൃദയത്തിൽ 75%. ഓക്കെ,
അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കും. അപ്പം ആദ്യം നമ്മൾ കണ്ടത് എവിടെയായിരുന്നു? തലച്ചോറിൽ നമ്മൾ കണ്ടു, പിന്നെ രക്തത്തിൽ കണ്ടു. രക്തത്തിലാണ് കൂടുതൽ പഠിക്കുക, രക്തത്തിലാണ് വെള്ളത്തിന്റെ അളവ് കൂടുതലും ഉണ്ടാവുന്നത്. പിന്നെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ശ്വാസകോശങ്ങൾ, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ ഹൃദയത്തിലോട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ? പിന്നെ തലച്ചോറ്. ഇതൊക്കെ മൂന്നാലെണ്ണം കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണേ. പിന്നെ 79% വൃക്കകളിലും പേശികളിൽ അതിന്റെ കുറച്ചും കൂടി ശതമാനം കുറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കുറവ് വരുന്നത് അസ്ഥികളിലാണ്. അങ്ങനെ രീതിയിൽ പഠിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്കത് ഒത്തിരി നേരം വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കുമ്പോൾ കൂടുതലായിട്ടുള്ളത് പഠിക്കാം. ഏതാ? രക്തം. ഇത് പഠിക്കാൻ എളുപ്പം വഴി പറഞ്ഞുതരാം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്തം ഫസ്റ്റ് പഠിച്ചു വെക്കാം, 94 കൂടുതലുള്ളതാണ്. അതിനുശേഷം പഠിച്ചു വെക്കേണ്ടത് ശ്വാസകോശങ്ങളാണ്, അത് 83% പഠിച്ചു വെക്കാം. അതിനുശേഷം പഠിച്ചു വെക്കേണ്ടത് പിന്നെ ഏതോ വരാ? ഹൃദയവും തലച്ചോറാ കണക്ട് ചെയ്ത് പഠിക്കാം. ഹൃദയത്തിൽ നിന്ന് ഒരു മെസ്സേജ് തലച്ചോറിലോട്ട് പോയി മനസ്സിൽ നിന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെ ഒരു കോഡിട്ട് പഠിക്കുമ്പോൾ 75 ശേഷം 73 കിട്ടും. പിന്നെ വൃക്കകളുടെ ഭാഗത്തേക്ക്, വൃക്കകൾ ഇതിനേക്കാളും കൂടുതലാണ്. അപ്പം വൃക്ക കഴിഞ്ഞിട്ടാണ് ശരിക്കും പഠിക്കേണ്ടത്. കാരണം വൃക്ക നമ്മുടെ യൂറിനറി ഫംഗ്ഷനായിട്ട് കണക്റ്റഡ് ആയ കാരണം വൃക്ക കഴിഞ്ഞിട്ട് വേണം ഹൃദയവും തലച്ചോറും പഠിക്കാൻ. കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണ് രക്തം ശ്വാസകോശം കഴിഞ്ഞു കഴിഞ്ഞാൽ വൃക്കകൾക്ക് പഠിച്ചു വയ്ക്കാം. അതിനുശേഷമാണ് ഹൃദയത്തിന്റെ ഒപ്പം ഹൃദയ പേശികൾ എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഹൃദയവും കിട്ടി, പേശികളും കിട്ടി. 75 സെയിം. അതിനുശേഷം പഠിച്ചേറ്റ അവസാനം അസ്ഥികൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാനല്ല, മറ്റതിനേക്കാൾ അപേക്ഷിച്ചിട്ട്, പക്ഷെ എന്നാലും അസ്ഥികളുടെയും പഠിച്ചു വയ്ക്കാം. ഇനി മനുഷ്യ ശരീരത്തിലെ പ്രധാന ഘടകം ജലം. അത് നമുക്കറിയാം, എല്ലാ ശരീര പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അപ്പം ആ പോയിന്റ് നമ്മൾ കഴിഞ്ഞു. ഇനി ജലം സസ്യങ്ങളിലെ, അപ്പം നമുക്കിതറിയാം, സസ്യത്തിലെ ജലത്തിന്റെ ധർമ്മം എന്താണെന്നറിയാം, നമുക്കറിയാം, അതിനെ കുറിച്ചിട്ട് അറിയാം അല്ലെ. അപ്പം ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ പ്രകാശ സംശ്ലേഷണത്തിന്, ഫോട്ടോസിന്തസിന്റെ ഇതിൽ നമ്മൾ വാട്ടറിന്റെ പ്രസൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കാനായിട്ട് കേട്ടോ, ശരീരത്തിന്റെ ഘടന നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു വാട്ടർ, നമുക്ക് ഹൈഡ്രേഷനൊക്കെ നമുക്ക് ആവശ്യമുള്ള പോലെ തന്നെ അവർക്കും ആ ഒരു സ്ട്രക്ചർ, ശരീരത്തിന്റെ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് പിന്നെ എല്ലാ ജീവികൾക്കും ആവശ്യമുണ്ട് കേട്ടോ ജലം. അത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പൊതുവായിട്ട് അറിയാം, ശുദ്ധജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറവും മണമൊന്നും ഉണ്ടാവില്ല, പ്യുവർ ആയിരിക്കുന്നു അല്ലേ. അതിൽ നമ്മൾ ബാക്ടീരിയാസിനെ നോക്കും അല്ലേ. ഓക്കെ, വാട്ടർ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പം വാട്ടറിന്റെ ഇത് ടെസ്റ്റ് ചെയ്യാൻ ലാബിലോട്ട് കൊടുക്കുമ്പം പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടോ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾക്ക് അതിൽ മലിനീകരണം തോന്നി നമ്മൾ അതിന് വേണ്ടിയിട്ട് അയക്കും ഇല്ലേ. ഇപ്പം മണ്ണ് പരിശോധന പോലെ തന്നെ ജലപരിശോധനയ്ക്കും അയക്കും. ഓക്കെ, അതങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് കേട്ടോ. ഇതൊന്നും നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഇതായിട്ടുള്ളതല്ല, എന്നാലും ലയിക്കുന്നവ ലയിക്കാത്തവ എന്നുള്ള രീതിയിൽ പറയുമ്പം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ചില സ്പെസിഫിക് ടേംസ്, അതായത് തുരിശ്, കർപ്പൂരം, പൊട്ടാസ്യം പറയുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഇത് വെള്ളത്തിൽ ലയിക്കില്ല. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പരീക്ഷണം ചെയ്തു നോക്കി കണ്ടെത്തലുകൾ. ജസ്റ്റ് നമ്മളിപ്പം ഇവിടെ പരീക്ഷണം ചെയ്യുന്നതിനുപരി പഠിക്കാനുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുമ്പം ജലത്തിൽ ലയിക്കുന്നവയിൽ എന്തൊക്കെയാ വരാം? പഞ്ചസാര വരും, ഉപ്പ് വരും. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. പഞ്ചസാരയുണ്ട്, ഉപ്പുണ്ട്, വിനാഗിരിയൊക്കെ ലയിക്കുന്നതാ അല്ലേ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ വരുന്ന ഭാഗം, കർപ്പൂരം ലയിക്കുമോ, തുരിശ് ലയിക്കുമോ? ഇതൊന്നും ലയിക്കുന്നില്ല. പക്ഷെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലയിക്കുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണേ. അടുത്ത ഭാഗത്തിലോട്ട് പോവാം. നമുക്ക് ഇന്ന് 2 നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരു പെട്ടെന്നുള്ള, അപ്പം സോഡ കുപ്പി തുറക്കുമ്പോൾ പുറത്തു പോകുന്ന വാതകം ഏതാന്ന് ചോദിക്കാം. അപ്പം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ വാതകം സ്വതന്ത്രമാകുന്നത്. അതുകൊണ്ടാണ് അവിടെ ബബിൾസ് ഒക്കെ ഇവിടെ ഫോം ചെയ്യുന്നത്, ഒരു ഫിസ്സിങ് സൗണ്ടോട് കൂടിയിട്ടുള്ള ബബിൾസ് ഒക്കെ ഫോം ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 1 വേർഡ് ചോദ്യം. അതായത് ഇപ്പം LGSനൊക്കെ സംബന്ധിച്ച് ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്.
പ്രത്യേകമായിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട കാര്യം, ലയിച്ചു ചേരുന്നതിനെ ലീനമെന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ലായകം എന്നും പറയുന്നു. ഇപ്പൊ ഉപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഉപ്പ് വെള്ളാട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത് ഈ ഗ്ലാസ്സില്. അപ്പോ ഉപ്പിനെ നമ്മൾ ഇതിൽ എന്തെന്ന് പറയാം? ലീനെന്ന് പറയാം. ഉപ്പ് ഈ വെള്ളത്തിൽ ലയിക്കുന്ന കാരണം ആ വെള്ളത്തിന് നമുക്ക് ലായകം എന്ന് പറയാം. എന്തിനാണ് ലയിച്ചു ചേരുന്നത്? എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിന് ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ, അതായത് ഉപ്പ് വെള്ളത്തിൽ ലയിച്ചുകൊണ്ട് ഉപ്പ് ലായനി ഉണ്ടാവുന്നു. ഓക്കെ, പഞ്ചസാര ലായനി കണ്ടോ, അതിലെ പഞ്ചസാര ലീനവും ലായകം വെള്ളവുമായിട്ട് എടുക്കുന്നു. ഇപ്പൊ ഇതിന് തന്നെ മനസ്സിലായിക്കൂടെ? അപ്പം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം എന്നറിയാം, എന്നാലും ഒന്ന് ചിലപ്പോൾ നമുക്ക് പരീക്ഷയുടെ സമയത്ത് നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഒക്കെ വരാം. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നും കാണാം ക്വസ്റ്റ്യൻ പേപ്പറിൽ, പിന്നെ മലയാളത്തിലും കാണാം സാർവിക ലായകം എന്നറിയപ്പെടുന്നു കേട്ടോ. അതൊരു ജലത്തിന്റെ പ്രത്യേകതയാണെന്ന് പഠിച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കാം, വെള്ളത്തിന്റെ ഖരാവസ്ഥ ഐസാണ്. അപ്പൊ ഒരുപാട് നമ്മൾ ആലോചിച്ച് തലപ്പുണ്ടാക്കൊന്നും വേണ്ട. ഐസ് എന്താണ്? ഖരത്തിൽ കാണുന്ന വെള്ളത്തിന്റെ അവസ്ഥയാണെന്ന് പഠിച്ചു വയ്ക്കാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇത് ഒരു പരീക്ഷണങ്ങളാണ് കേട്ടോ. ഈ ബോക്സ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ എന്താണ്? ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം, ചൂടാക്കുമ്പോൾ ബാഷ്പീകരണം കൂടോ കുറയോ? വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി പോലെ മുകളിലേക്ക് പോവില്ലേ? അപ്പൊ അത് കൂടുന്നുണ്ട്. ഈ ബാഷ്പീകരണം എല്ലാ താപനിലയിലും കുറച്ച് നമ്മൾ സിമ്മാക്കിയിട്ട് കുറച്ചധികം നേരം കൺസ്യൂം ചെയ്താലും നമുക്ക് ഈ ബാഷ്പീകരണം നടക്കും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. നമ്മൾ ചായ വെക്കുമ്പോഴും ചെറുതാക്കി കുറച്ച് നേരം ഇട്ടായാലും അതെന്താ, നമ്മൾ വാപ്പറൈസേഷൻ വരുന്നുണ്ട് അല്ലേ? ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കും. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണും. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ട് തീയത്തൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരീക്ഷയിലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഇത് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആക്കണ്ട, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യാത്ത ആൾക്കാരൊന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ പറയുന്നത് അതിന്റെ പോയിന്റ് ഇതാണ്, ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കും. അത് കുഞ്ഞു ചൂടിലായാലും വലിയ ചൂടിലായാലും കേട്ടോ. അപ്പം ഞാനത് അങ്ങനെയാണെന്ന് പറഞ്ഞത് മാത്രം കേട്ടോ. ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി. നമുക്കറിയാം, നമ്മളുടെ ഈ പച്ച കളറ് മാത്രമാണ് നമ്മൾ കരയായിട്ട് കാണുന്നത്. ബാക്കി 1/3 ഭാഗം മാത്രമേ ഈ കരയായി കാണുന്നുള്ളൂ അല്ലെ? ബാക്കിയെല്ലാം എന്തുവാ? ഈ വെള്ളമാണ്, നീല കളറിലാണ് കാണുന്നത്. അപ്പം നമുക്ക് അടുത്തത് ഇനിയിപ്പോ നമുക്ക് നോക്കാനുള്ളത് ബാക്കിയുള്ളതൊക്കെ മഴവെള്ള സംഭരണി, തടയണ, കിണർ റീചാർജിങ് കയ്യാൽ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫെമിലിയർ മുഖങ്ങളാണ്. അപ്പൊ അത് കുഴപ്പമില്ല. അതായത് എങ്ങനെയൊക്കെയാണ് ജലം സംഭരിക്കുന്ന രീതികൾ കേട്ടോ, അതൊന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് വീണ്ടും കൂടുതലായിട്ട് പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ജലത്തിന്റെ മായിട്ട് ബന്ധപ്പെട്ട് ഇത്രയ്ക്കൊക്കെയുള്ള പോയിന്റ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ ഈ ചാപ്റ്റർ. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ്, വെറും പദാർത്ഥമല്ല, പ്രകൃതിദത്തമായിട്ടുള്ള പദാർത്ഥമാണ് ജലം. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിലെല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാതും ക്രോഡീകരിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ എന്താണ് നോക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് വായിച്ച് ക്ലാസ് കേട്ടുകൊള്ളാം. ഓക്കെ, അപ്പം അടുത്തൊരു ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം ഇതിന് ശേഷം.